ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു മത്തങ്ങയും പയറും വെച്ച് എരിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ കഴുകി കുക്കറിനകത്ത് ഇടുന്നുണ്ട്. അതിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂണും കൂടി ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ തിളച്ച് മറിയത്തില്ല, അതും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് ഒരു 4 വിസിൽ. ഇത് പെട്ടെന്ന് വേകുന്ന ഇത് പയറാണ്. അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയല്ലേ അത് 2 അല്ലിയും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇവിടെ പയർ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പയർ വെന്ത് കഴിയുമ്പോൾ നമ്മൾ മത്തങ്ങയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. മത്തങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേകുന്നല്ല, ഒരു വിസിലോ 2 വിസിലോ മതി. 2 വിസിൽ അടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. രണ്ട് വിസിലും കൂടെ ആയി കഴിയുമ്പോഴത്തേനും മത്തങ്ങയും പയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ചട്ടിയിലേക്ക് ആക്കുന്നത്. അപ്പം ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേനും ഇപ്പം ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് ചേർക്കണമല്ലോ, അത് വറുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് വറക്കുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കടുക് സെപ്പറേറ്റ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ വറുത്ത് ഇതിലേക്ക് ചേർത്ത് പയറില്ലേ വെന്തിട്ടുണ്ടാവും, നല്ലപോലെ വറ്റിയിട്ടുണ്ടാവും വെള്ളമൊക്കെ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടോ. ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ചാറ് പോലെ ആക്കും, എന്നാന്ന് വെച്ചാൽ കറിയും കൂടെ ആവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.